നമുക്ക് വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു അൽഫാം പെരി മന്തി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഉടനെ ഹോട്ടലിൽ വിളിച്ചിട്ട് ഓർഡർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ അല്പം വെളിച്ചെണ്ണയും 2 തക്കാളി, ഒരു സവാള, അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 3 വറ്റൽമുളക് ഇത്രയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് മാറ്റി വെക്കാം. തണുപ്പ് ആയതിനു ശേഷം ഈ രീതിയിലൊന്ന് അടിച്ചെടുക്കാം. ഫുള്ളായിട്ട് അരയുന്ന രീതിയിൽ വേണ്ട, ഒരു 1/4 ഭാഗമൊക്കെ മതി. ഇനി നമ്മൾക്ക് ചിക്കൻ കഴുകി എടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു കത്തി വെച്ചിട്ട് വര കൊടുക്കണം. അത് മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നമ്മൾ കറുപ്പ, കറാമ്പൂ, പട്ട, ഏലക്ക, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കൻ എത്രയാണോ അതിനനുസരിച്ച് മാത്രം എടുത്താൽ മതി. പിന്നെ 1.5 സ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കോ, ചെറിയൊരു ക്യാപ്സിക്കോ, 1.5 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അല്പം മല്ലിയില, 2 ഉണക്കനാരങ്ങ, പിന്നെ ഒരു 4 ചിക്കൻ ക്യൂബ്, പിന്നെ സൺഫ്ലവർ ഓയിൽ. ഇത്രയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അല്പം ഉപ്പ് വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി, കാരണം ചിക്കൻ ക്യൂബിൽ നന്നായിട്ട് ഉപ്പുണ്ടാവും. ഇത് നന്നായിട്ട് കൈ വെച്ച് തന്നെ തിരുമ്മി യോജിപ്പിക്കണം, എങ്കിൽ മാത്രമേ മസാലകളൊക്കെ ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ. ഇനി നമ്മൾക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യരുത്. വെള്ളം ഓൾറെഡി തന്നെ ചിക്കനിലുണ്ടാവും. അപ്പോൾ വെള്ളം ആഡ് ചെയ്യാതെ തന്നെ നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെന്ത് വന്ന ചിക്കനൊക്കെ നമുക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ അടിയിലുള്ള മസാലയുടെ ആ ഒരു വെള്ളം ഉണ്ടാവും, അത് മാറ്റി വെക്കണം റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റാണ്. അത് ഈ ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒന്നും ഒഴിക്കാതെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഒരു ഗ്രേവിയിൽ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ആ ഗ്രേവിയൊക്കെ ഫുള്ള് നമ്മൾ ഈ കത്തി കൊണ്ട് ഇങ്ങനെ കീറി വെച്ചിട്ടുള്ള ഭാഗത്തേക്കൊക്കെ ഗ്രേവി ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഗ്രേവിയുടെ വെള്ളത്തിലേക്ക് കുതിർത്ത് വെച്ച 1.5 മണിക്കൂർ ഞാൻ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ആ കുതിർത്ത് വെച്ച അരി കഴുകിയതിന് ശേഷം ഈ ഒരു ഗ്രേവിയുടെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തു. പിന്നെ ഒരു 1.5 പാട്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. പിന്നെ പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിത് ഒരു 5 മിനിറ്റ് കൊണ്ട് റൈസ് ആവും കേട്ടോ, കാരണം ഓൾറെഡി 1.5 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. പിന്നെ നമ്മൾ തിളച്ച വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് കൊണ്ടൊക്കെ റൈസ് ആവും കേട്ടോ. മാക്സിമം ചില ഓരോ അരിൻ്റെ കണക്കായിരിക്കും. എനിക്കൊരു 8 മിനിറ്റ് കൊണ്ട് ഇവിടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറൊക്കെ റെഡി ആയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. വെള്ളം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങൾ നോക്കിയതിന് ശേഷം ചെയ്താൽ മതി. പിന്നെ ഞാൻ അല്പം ടൊമാറ്റോ സോസും സോയാ സോസും മല്ലിയിലയും എടുത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാം. കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിൽ കുരുമുളക് അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ ഈ മസാലയിൽ നല്ല എരിവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്യുമ്പോൾ ആ എരിവ് ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ അൽഫാമൊക്കെ എടുത്തിട്ട് വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം ഫുഡ് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.